വറുത്ത് പൊടിക്കുന്ന മുളകാണ്. എല്ലാം നമ്മൾ സ്വന്തമായിട്ട് വറുത്ത് പൊടിച്ചെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ നാടൻ ചിക്കൻ പെരട്ട് കഴിച്ചു പോവുകയാണ്. നാടൻ കോഴി പെരട്ടും അതിൻ്റെ കൂടെ ഉടങ്കൊല്ലി മുളകിട്ട നല്ല ചമ്മന്തി, ഭയങ്കര ടേസ്റ്റാണ്. ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ്. അത് മാത്രമല്ല നല്ല നാടൻ മസാല. ഇത് ചിക്കനാണ്. ആദ്യം മഞ്ഞപ്പൊടി പത്തിപ്പൊടിയേ വെച്ചുള്ളൂ. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടിയാണ് അടുത്ത്. മല്ലിപ്പൊടി വറുത്ത് പൊടിക്കുന്ന മുളകാണ്. അടുത്തും ഒരു മുളകുണ്ട്, പച്ചമുളക് പൊടിച്ചതുണ്ട്. ഇതാ മസാല പൊടി ഇടണം ലാസ്റ്റിൽ. ഇനി അടുത്ത് ഉപ്പ് കൂടെ മാത്രമേ ഉള്ളൂ. ഇതാ ഉപ്പ്. നമുക്കിത് ഉപ്പ് നോക്കാൻ ഒന്നുമില്ല, നമ്മളെ കയ്യിലെയും കണ്ണിൻ്റെ നോട്ടത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ നാടൻ ചിക്കനാകുമ്പം നമ്മളെല്ലാം സ്വന്തമായിട്ട് നമ്മൾ ആൾ നിർത്തി ഈ ചിക്കൻ കോഴി ഉരിച്ച് വെട്ടി കഴുകി അതിനെ പാകം ചെയ്ത് നമ്മൾ സ്വന്തമായിട്ട് കൂട്ട് നമ്മൾ സ്വന്തമായിട്ടുണ്ട്. ഒരു കമ്പനിക്കാരുടെ ഒരു പൊടിയും കൊടുക്കില്ല, എല്ലാം നമ്മൾ സ്വന്തമായിട്ട് വറുത്ത് പൊടിച്ചെടുക്കുകയാണ്. ഇനി ഇത് ഇത്രയും വെള്ളം പറ്റിയ ഇറച്ചി പാകമായി. ഒരു വെള്ളം വേണ്ട, വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇതിൽ. അതിനാവശ്യമുള്ള നെയ്യും വെള്ളവും ഇതിൽ തന്നെ ഉണ്ട്. കുക്കറിൽ വെച്ച് ഒരു 5-6 വിസിൽ കേൾക്കുമ്പോൾ കോഴി വെന്ത് കഴിഞ്ഞു. അതിൽ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ല, ഇത് കംപ്ലീറ്റ് ചാറും പറ്റും. ഇത് 2 കിണ്ട് കൂടെ കിണ്ടുമ്പോൾ ചാറ് പറ്റി. ഇത് നാടൻ ചിക്കൻ. ഇതിൽ കഴിക്കാൻ കപ്പയുണ്ട്, പുട്ടുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് ഊണുണ്ട്. അപ്പം കപ്പയും പുട്ടും അല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കില്ല. നമ്മൾ പൊറോട്ട, അപ്പോൾ ദോശ അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ല. ചോറിൻ്റെ മീൻ ഏതെങ്കിലും 1-2 ഐറ്റം മീൻ പൊരിച്ചത് കാണും കേട്ടോ. പിന്നെ ഏതെങ്കിലും അയിലേ ചാളയോ ചൂരയോ എന്തെങ്കിലും. ഇന്ന് ചൂരയോ അയിലയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഫുഡ് ആൻഡ് മൂവി എത്തിയിരിക്കുന്നത് പാപ്പാഞ്ചാടി എന്നുള്ള സ്ഥലത്താണ്, തിരുവനന്തപുരം ജില്ലയിലെ. ഇവിടുത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പഴയ നാടൻ ഹോട്ടലാണ്. SB ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇവിടെ ശശിചേട്ടൻ എന്ന് പറഞ്ഞ ആളാണ് ഇത് നടത്തുന്നത്. ഏതാണ്ട് 10-60 വർഷം പാരമ്പര്യമുള്ളൊരു ഹോട്ടലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാം നാടൻ വിഭവങ്ങളാണ്. പ്രത്യേകിച്ച് നാടൻ കോഴിപ്പെരട്ട്, അതുപോലെ തന്നെ കപ്പ, മറ്റ് പോർക്ക് തുടങ്ങി പലയിലും താറാവ് കറിയുണ്ട്. അങ്ങനെ പല പല വിഭവങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഒരു നാടൻ രീതിയിൽ നാടൻ മസാലകൾ ഉപയോഗിച്ചാണ് ഉണ്ടാകുന്നത്. പിന്നെ ഒരു പ്രത്യേകത പറയാനുള്ള, ഇതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറുള്ള കറികളാണ്. പ്രത്യേകിച്ച് ഈ നമ്മുടെ മാലി മുളകാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറികൾക്കെല്ലാം ഒരു പ്രത്യേക സുഗന്ധവും അതിൻ്റെ ഒരു പ്രത്യേക രുചിയുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം വരുന്നവർ വീണ്ടും വീണ്ടും വരുന്ന ഒരു ഹോട്ടലാണിത്. ഇവൻ നാടൻ രുചിയുടെ ഒരു പെരുമാന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയ നാടൻ ചിക്കൻ പെരട്ട് കഴിച്ചു പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്പെഷ്യൽ പപ്പടമുണ്ട്, മുളക് കറിയുണ്ട്, ചപ്പാത്തിയുണ്ട്. അപ്പോൾ വളരെ വളരെ രുചികരമായിട്ടുള്ള കറിയാണ്. നമ്മൾ ഒരു കഷ്ണം കടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഒരു അല്പം കപ്പയും ചേർത്ത് നാടൻ കോഴി പെരട്ട് കഴിച്ചു പോവുകയാണ്. അല്ല, അസാമിൻ്റെ രുചിയാണ്. പ്രത്യേകിച്ചും ശരിക്കും നാടൻ കോഴി തന്നെയാണ്. അതുപോലെ മസാലകൾ വളരെ പ്രത്യേകതയുള്ള മസാലയാണ്. അത് കഴിക്കുമ്പോൾ നമുക്കറിയാം. വളരെ വളരെ രുചികരമായിട്ടുള്ള നല്ല ഫ്ലേവറുള്ള കോഴി പെരട്ടാണ്. അതുപോലെ തന്നെ കൂടെ തന്നെ നമുക്ക് മുളകുണ്ട്. ഇത് മാലി മുളകാണ്. കഴിയുമ്പോൾ തന്നെ ആ ഒരു പ്രത്യേക നമ്മുടെ നാട്ടിൽ പ്രത്യേക ഒരു ഫ്ലേവർ വരും. പ്രത്യേക ഒരു ഗന്ധവും സുഗന്ധവും ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫ്ലേവറാണ്. അപ്പോൾ അതും ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഈ നാടൻ മാലിമുളക് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ ചമ്മന്തിക്ക് സമാനമായിട്ടുള്ള ഒരു വിഭവമാണ്. നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മസാല നമുക്ക് വ്യത്യാസം മനസ്സിലാവും. അത് കുരുമുളകിൻ്റെ ഫ്ലേവറുണ്ട്, നാടൻ മുളകിൻ്റെ ഫ്ലേവറുണ്ട്, മാലിമുളകിൻ്റെ ഫ്ലേവറുണ്ട്. അതുപോലെ നാടൻ മറ്റ് മസാലയുടെ മൊത്തം മസാലയുടെ പ്രത്യേക ഒരു ഗന്ധമുണ്ട്. നമ്മൾ നാടൻ കോഴിക്കറി ആണെങ്കിൽ പോലും വളരെ സോഫ്റ്റാണ്. അല്ല, കട്ടിയുള്ള ഒരു മാംസമല്ല, അപ്പോൾ സോഫ്റ്റായിട്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പെരട്ടാണ്. അതുപോലെ വേറെ പ്രത്യേകത, ഇവിടെ ഒരുമിച്ച് രാവിലെ ഉണ്ടാക്കി ഫ്രീസറിൽ വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. ഓരോ സമയത്ത് അപ്പപ്പോഴ് വരുന്നതിനനുസരിച്ചിട്ട്
5 കിലോ 10 കിലോ അങ്ങനെ ഓരോ സമയത്ത് ഉണ്ടാക്കി ഫ്രഷായിട്ടുണ്ടാക്കി അപ്പോഴപ്പോൾ വരുന്നവർ കൊടുക്കുന്ന രീതിയാണ്. അപ്പോൾ അതൊരു വളരെ പ്രത്യേകത തന്നെയാണ്. കാരണം നമ്മൾ ഫ്രോസൺ മീറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി വ്യത്യാസം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഫ്രഷ് മീറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു പ്രത്യേക രുചിയും കഴിക്കുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷനും ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഈ ഭാഗത്ത് തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും പാപ്പാഞ്ചാണി വെള്ളാണി ഭാഗത്തൊക്കെ വരുന്ന ആൾക്കാർ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്നവർക്കും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, വെള്ളാണി കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാപ്പാഞ്ചാണി എന്നുള്ള സ്ഥലം. അവിടെ ഈ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഈ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ. ആരടുത്ത് ചോദിച്ചാലും പറഞ്ഞു തരും ഈ SB ഹോട്ടൽ അല്ലെങ്കിൽ ശശിചേട്ടൻ്റെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇവിടെ വരിക, ഇവിടുത്തെ കപ്പയും അതുപോലെ അതിൻ്റെ പുട്ട്, ചിക്കൻ ബ്രെഡ്, അതുപോലെ മറ്റ് നാടൻ വിഭവങ്ങൾ, കോഴിക്കറി, താറാവ് കറി, ഇതെല്ലാം ആസ്വദിക്കാം. എല്ലാവർക്കും ഇവിടുത്തെ സ്വാഗതം. കൊടും ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത നല്ല കിടിലം നാടൻ കോഴി പെരട്ടും അതിൻ്റെ കൂടെ ഉടങ്കൊല്ലി മുളകിട്ട നല്ല ചമ്മന്തി. ഭയങ്കര ടേസ്റ്റാണ്. രണ്ടും അടിച്ചിട്ടാണ് നല്ലത്. ഞാൻ അത് മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കിടു ടേസ്റ്റാണ്. മൂന്നാണ് കിടിലം. ഒന്നും പറയല്ല, അടിപൊളി ടേസ്റ്റ്. അത് മാത്രമല്ല നല്ല നാടൻ മസാല, ഉടങ്കൊള്ളി ചമ്മന്തി, അതെന്ന് പറയുന്നത് നമുക്ക് ഒരിടത്തും കിട്ടാത്തൊരു സാധനമാണ്. അതുപോലെ ഈ നാടൻ കോഴി എന്ന് പറയുന്നത് ഇവിടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല സൂപ്പർ കോഴി എന്ന് പറയുന്നത് ഇവിടെ പാപ്പൻചാണിയിൽ നമ്മളെ ഞാൻ എത്ര വർഷം കുറേ നാളായിട്ട് ഞാൻ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ, അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് കിട്ടുന്നതല്ലാതെ എനിക്ക് ഒരിടത്തൊന്നും ഇഷ്ടമല്ല. ഇത് തന്നെയാണ് ഏറ്റവും സൂപ്പർ സാധനം. തൊട്ടടുത്ത് ഷൂട്ടിങ്ങിൻ്റെ വീടുണ്ട്. അപ്പോൾ എല്ലാ സീരിയൽ നടന്മാരും ഇവിടെ വരും. അപ്പോൾ ഇവിടെ വന്ന് അവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കൂടെയാണ് വരുന്നത്. അങ്ങനെ മോഹൻലാൽ വരെ ഇവിടെ വന്ന് സിനിമ എടുത്ത് കേട്ടോ. ഇനിയിപ്പോൾ ഉടനെ വരും മോഹൻലാലൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ആഹാരങ്ങളൊക്കെ അത്തിരി കൂടെ വന്നാണ് ഈ കടയിൽ നിന്ന് കഴിക്കുന്നത്. എല്ലാ കൊച്ചു കൊച്ചു പിള്ളേരുകളും എല്ലാം ഇവിടെ കട നടന്നിട്ട് ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് 20 വർഷമായി. ഈ ചിക്കൻ്റെ പരിപാടി തുടങ്ങിയിട്ട് 20 വർഷമായി. പക്ഷേ എനിക്ക് അന്ന് വരെ ഇന്ന് വരെ എനിക്ക് ജീവിക്കേണ്ട ന്യായമായ വരുമാനമൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പോണത് ഇത്. പക്ഷേ നമുക്ക് വേറെ ഒരു പരിപാടി നമ്മൾ ചെയ്യില്ല. എന്തെന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ ആഘാതപ്പെട്ടിട്ട് ചെയ്യുകയോ നമ്മൾ ചെയ്യുന്ന സംഗതി മനുഷ്യന് കഴിക്കാനുള്ള രീതിയിൽ പല തവണയും ഇവരെല്ലാം വന്ന് ഫുഡിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു ദിവസം പോലും ഒന്നും കിട്ടിയിട്ടില്ല പറയാൻ. നമ്മളെ പൊടി മാത്രമേ ഒന്ന് എടുത്ത് നോക്കും. നാട്ടുകാരൊന്നും പല തെറ്റുവരില്ല. എല്ലാം വെളിയിലുള്ള ആൾക്കാർ തന്നെ, എല്ലാം വെളിയിൽ ദൂരോട്ടെന്ന് പറഞ്ഞാൽ അല്ല നാട്ടിലുള്ളവരൊന്നും ഇതിപ്പം 200-300 രൂപയ്ക്കൊന്നും മറ്റ് കഴിക്കാനൊന്നും ആഗ്രഹമില്ല.